സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും 65 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കുള്ള ഓണക്കാല സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ വിതരണ നടപടികൾ ആരംഭിച്ചു. പെൻഷൻ തുക 3000 രൂപയിലേക്ക് ഉയർത്തുമെന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ വമ്പൻ മാറ്റം വരുത്തിയിരിക്കുന്നത്. അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന 26.67 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കും ഒരു മുടക്കവും കൂടാതെ ക്ഷേമ പെൻഷൻ ഓഗസ്റ്റ് മാസം മുതൽ കൃത്യമായി തന്നെ എത്തിച്ചേരും. എന്നാൽ കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കാണ് ആശങ്ക ഉയരുന്നത്. കൈകളിലേക്കുള്ള പെൻഷൻ തുക വിതരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിർത്തിയതായുള്ള ഉത്തരവുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇനി മുതൽ കൈകളിൽ തുക സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾക്കും അക്കൗണ്ട് വഴി മാത്രമാണ് പെൻഷൻ തുക എത്തിച്ചേരുക. പെൻഷൻ അക്കൗണ്ടുമായി ബന്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളുമായി ബന്ധപ്പെട്ട് പെൻഷൻ ID, ആധാർ എന്നിവയ്ക്ക് പുറമെ ബാങ്ക് പാസ്ബുക്ക്, അക്കൗണ്ട് ഡീറ്റെയിൽസ് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ഗുണഭോക്താക്കൾ സമർപ്പിക്കേണ്ടതാണ്. ആധാർ അധിഷ്ഠിത CTPD സംവിധാനം വഴിയുള്ള പെൻഷൻ വിതരണമാണ് ഓഗസ്റ്റ് മാസം മുതൽ ആരംഭിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലെ പെൻഷൻ തുകയായ 2 ഗഡു പെൻഷൻ ഒരുമിച്ച്, അതായത് 4000 രൂപ വീതം ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. എന്നാൽ കൈകളിൽ തുക സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഒരു മാസം കൊണ്ട് അക്കൗണ്ട് സംവിധാനത്തിലേക്ക് മാറാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലാണ് ആശങ്ക ഉയരുന്നത്. അക്കൗണ്ട് സംവിധാനത്തിലേക്ക് മാറാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുക മുടങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ള ആശങ്കകൾ കൂടി ഗുണഭോക്താക്കളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരികയാണ്. 7 ലക്ഷത്തോളം വരുന്ന NCPIP വിഭാഗത്തിൽപ്പെട്ട കേന്ദ്രവിഹിതം കൂട്ടിച്ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്രം ആധാർ അധിഷ്ഠിത DPD സംവിധാനം വഴിയായിരുന്നു തുക കൈമാറിയിരുന്നത്. കേന്ദ്ര മാനദണ്ഡം അംഗീകരിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിലെ പുതിയ തീരുമാനമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്നും സഹകരണ ബാങ്കുകളെ ഒഴിവാക്കാനാണ് സർക്കാരിന്റെ നിർദ്ദേശം. വീട്ടിലെ പെൻഷൻ വിതരണം ഇനി കിടപ്പ് രോഗികൾക്കടക്കം ഒഴിവാക്കാനാകാത്തവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയാണ്. ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലൂടെ മാത്രം ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയാൽ മതി എന്നാണ് സർക്കാർ നിലപാട്.